കാറുകളുടെ വില കുറയുന്നതുവരെ വാങ്ങലുകൾ മാറ്റിവെക്കാൻ ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്നതിനാൽ കാർ ലോണുകൾ റദ്ദാക്കാനുള്ള അപേക്ഷകളിൽ വർധനവുണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. സെപ്റ്റംബർ 22 മുതൽ കാറുകളുടെ GST നിരക്കുകൾ കുറയ്ക്കുന്നതാണ് ഇതിന് കാരണം. കാർ ലോണുകൾ റദ്ദാക്കാൻ ബാങ്കുകളിൽ തിരക്ക് കൂടുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാർ വായ്പകൾ റദ്ദാക്കാനുള്ള അപേക്ഷകളിൽ അസാധാരണമായ വർധനവ് സംഭവിക്കുന്നതായി പൊതുമേഖലാ ബാങ്കുകളെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 22 മുതൽ കുറഞ്ഞ GST നിരക്കുകൾ നടപ്പിലാക്കുന്നതുവരെ, അതായത് കാറുകളുടെ വില കുറയുന്നതുവരെ വാങ്ങലുകൾ മാറ്റിവെക്കാൻ ഉപഭോക്താക്കൾ താൽപര്യപ്പെടുന്നതിനാലാണ് അംഗീകരിച്ച കാർ വായ്പകൾ റദ്ദാക്കാനുള്ള തിരക്ക് കൂടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ GST നിരക്ക് വരുന്നതോടെ മിക്ക നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുറയും. പാൽ, പനീർ, ചപ്പാത്തി, റൊട്ടി തുടങ്ങിയവയ്ക്ക് GST ഉണ്ടായിരിക്കില്ല. സോപ്പുകൾ, ഷാംപൂ, ടൂത്ത്പേസ്റ്റ്, ഹെയർ ഓയിൽ, സൈക്കിൾ, വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ, പാസ്ത, നൂഡിൽസ്, നെയ്യ്, വെണ്ണ, കോഫി, ചോക്ലേറ്റ് എന്നിവയ്ക്ക് 5% GST. വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസുകളെയും GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നേരത്തെ ഇവയുടെ GST 18% 33 ജീവൻ രക്ഷാ മരുന്നുകളെയും GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. AC 32 ഇഞ്ചിന് മുകളിലുള്ള TV എന്നിവയ്ക്ക് 18% ഇനി GST. പാൻ മസാല, സിഗരറ്റ്, ബീഡി എന്നിവയ്ക്ക് വില കൂടും. പുകയിലയ്ക്കും പുകയില ഉൽപ്പന്നങ്ങൾക്കും 40% GST. സിമന്റ്, ഗ്രാനൈറ്റ്, മാർബിൾ എന്നിവയുടെ നികുതി 28% നിന്നും 18% മാറ്റിയിട്ടുണ്ട്. രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് GST നിരക്കിലെ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ 12, 28 നികുതി സ്ലാബിലുള്ള 90% വസ്തുക്കൾക്കും യഥാക്രമം 5, 18 സ്ലാബിലേക്ക് വരുമെന്നും മന്ത്രി അറിയിച്ചു. 1200 cc താഴെയുള്ള കാറുകൾക്കും വില കുറയും. 18% GST. 350 cc താഴെയുള്ള ബൈക്കുകൾക്കും GST 18% കുറയും. GST കുറച്ചാൽ ഇനി എന്ത് ലാഭമാണ് ഉണ്ടാവുക? സെപ്റ്റംബർ 22 മുതൽ കാർ വാങ്ങുന്നവർക്ക് വലിയ ആശ്വാസം ലഭിക്കും. GST കൗൺസിൽ അടുത്തിടെ കാറുകളുടെ GST നിരക്കിൽ വലിയ ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. ഇതുകൊണ്ടാണ് ഇതിനകം കാർ വായ്പകൾ അംഗീകരിക്കപ്പെട്ട നിരവധി ഉപഭോക്താക്കൾ ഇപ്പോൾ ബാങ്കുകളിൽ നിന്ന് അവ റദ്ദാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതുവരെ കാറുകൾക്ക് 28% GST ചുമത്തിയിരുന്നു. ഈ മാസം ആദ്യം ചേർന്ന 56ാമത് GST കൗൺസിൽ യോഗം 1200 cc വരെ എഞ്ചിൻ ശേഷിയുള്ള കാറുകളുടെ GST നിരക്ക് നിലവിലെ 28% നിന്നും 18% കുറയ്ക്കാൻ അംഗീകാരം നൽകി. കാറിന്റെ വില കുറയുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് അതിൽ നിന്ന് നേരിട്ട് ആനുകൂല്യം ലഭിക്കും. കാറിന്റെ വില കുറയുമ്പോൾ വായ്പാ തുകയും കുറയ്ക്കേണ്ടി വരും. ബാങ്കുകൾ പറയുന്നത് കുറഞ്ഞ വിലയ്ക്ക് കാർ വാങ്ങാൻ കഴിയുന്നതിനായി നിരവധി ഉപഭോക്താക്കളാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്നാണ്. റദ്ദാക്കൽ നിരക്കുകൾ വളരെ കുറവാണെന്നും അതിനാൽ പുതിയ വായ്പകൾ റദ്ദാക്കാനും പുതിയ GST നിരക്കുകൾ നടപ്പിൽ വരുന്നതിന് ശേഷം പുതിയ വായ്പകൾ എടുക്കാനും പലരും പദ്ധതിയിടുന്നുണ്ട്. അതേസമയം ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി പല ബാങ്കുകളും ഈ സീസണിൽ പ്രോസസ്സിംഗ് ചാർജുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഉപഭോക്താക്കൾ എന്താണ് മനസ്സിൽ സൂക്ഷിക്കേണ്ടത്? ഇൻവോയ്സ് ചെയ്യുന്ന തീയതിയെ ആശ്രയിച്ചിരിക്കും ബാധകമായ GST നിരക്ക് എന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് അറിയിച്ചിട്ടുണ്ട്. അതായത് കാർ ഡീലർ ഒരു ഇൻവോയ്സ് നൽകിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പഴയ GST നിരക്ക് ബാധകമാകും. എന്നാൽ ഇതുവരെ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഉപഭോക്താവിന് പുതിയ നിരക്കിന്റെ ആനുകൂല്യം ലഭിക്കും. നിലവിൽ വാഹനങ്ങൾക്ക് 28% GSTയും തരമനുസരിച്ച് 1 മുതൽ 22% വരെ നഷ്ടപരിഹാര സെസ്സും ഈടാക്കുന്നു. ഇത് ചെറിയ കാറുകൾക്ക് മൊത്തം നികുതി 29%നും SUVകൾക്ക് 50%നും ഇടയിലായി മാറുന്നു. സെപ്റ്റംബർ 22 മുതൽ ചെറിയ പെട്രോൾ, ഡീസൽ കാറുകൾക്ക് 18% വരെ GST ഈടാക്കും. അതേസമയം വലിയ വാഹനങ്ങൾക്ക് 40% വരെ ഈടാക്കും. പല ഉപഭോക്താക്കളും ഇപ്പോൾ കുറഞ്ഞ നികുതിയുടെ ആനുകൂല്യം നേടാനും മികച്ച വകഭേദങ്ങൾ വാങ്ങാനും ആലോചിക്കുന്നു. ചില ഉപഭോക്താക്കൾ വലിയ മോഡലുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. 1300 cc വിഭാഗത്തിൽ ഏകദേശം 10% ആനുകൂല്യം ലഭിക്കുമെന്നതിനാൽ ഉപഭോക്താക്കൾ ഇപ്പോൾ കാറുകളുടെ മികച്ച പതിപ്പുകൾ തിരഞ്ഞെടുക്കുന്നുവെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. GST കുറച്ചതിനാൽ മറ്റെന്താണ് വില കുറഞ്ഞത്? കാറുകൾക്ക് പുറമെ സോപ്പ്, ഷാംപൂ, AC, ട്രാക്ടർ, മറ്റ് വസ്തുക്കൾ എന്നിവയുൾപ്പെടെ ഏകദേശം 400 ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞതായിരിക്കും. നവരാത്രിയുടെ ആദ്യ ദിവസമായ സെപ്റ്റംബർ 22 മുതൽ ഈ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. നിലവിൽ ഓട്ടോ കമ്പനികൾക്ക് ഏകദേശം 2500 കോടി രൂപയുടെ സെസ് ഉണ്ട്. എന്നാൽ സെപ്റ്റംബർ 22 മുതൽ ഈ പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ സെസ്സും അവസാനിക്കും. വിലയും GSTയും കുറയുന്നത് കാർ സ്വന്തമാക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാക്കും. കാർ ലോണിന്റെ പലിശയ്ക്ക് GST ബാധകമല്ല. എങ്കിലും വാഹനത്തിന്റെ വില കുറയുമ്പോൾ വായ്പ എടുക്കുന്ന തുകയും കുറയും. ഇത് EMIയും കുറയ്ക്കും. അപ്പോൾ കാർ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ സ്വന്തമാക്കാമെന്ന് സാരം.